കുഞ്ഞുപാത്തുമ്മയുടെ കഴുത്തിലും കാതിലും കയ്യിലും കാലിലും സ്വർണ്ണാഭരണങ്ങൾ. ഉടുത്തിരിക്കുന്നത് പട്ടുമുണ്ടാണ്. ഇട്ടിരിക്കുന്നത് പട്ടുകുപ്പായം. തലമറച്ചിരിക്കുന്നത് കസവ് കവണി കൊണ്ടാണ്. അവൾ വെളുത്തതാണെങ്കിലും അവളിൽ ഒരു കറുപ്പുണ്ട്. ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും അവളെ അത് വേദനിപ്പിച്ചു. അവളുടെ കവിളിൽ ഒരു ചെറിയ കറുത്ത മറുകുണ്ട്. അത് ഭാഗ്യമറുകാണെന്ന് കുഞ്ഞുപാത്തുമ്മ അറിഞ്ഞത് അവളുടെ 14-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അവളെ കെട്ടിക്കാൻ ഷർബുറ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കെട്ടാൻ വരുന്ന ചെറുക്കൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ. ആരായാലെന്ത്? അപ്പ ഞാൻ ബെറ്റ തിന്നും. കുഞ്ഞുപാത്തുമ്മ മനസ്സിലുറച്ചു. കെട്ടിക്കാത്ത മുസ്ലിം വനിത വെറ്റില മുറുക്കുന്നത് ശരിയല്ല. അല്ലാഹുവും അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയും അത് സംബന്ധമായി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് കുഞ്ഞുപാത്തുമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നാട്ടുനടപ്പ് അനുസരിച്ച് പാടില്ല. അന്യപുരുഷന്മാരുടെ മുമ്പിലും മുസ്ലിം സ്ത്രീകൾ പൊയ്ക്കൂടാ. നന്നേ ചെറുപ്പമായിരുന്ന കാലത്ത് കുഞ്ഞുപാത്തുമ്മ പോയിട്ടുണ്ട്. അതുപോലെയല്ല, അന്യപുരുഷന്മാരെ കണ്ടിട്ടുണ്ടെന്ന് മാത്രം. ആരെ പറ്റിയും അവൾക്കങ്ങനെ ഓർമ്മ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് സ്ത്രീകളെ പറ്റി മാത്രമാണ്. അവരൊക്കെ കാഫിറുകളാണ് എന്ന് മാത്രമേ കുഞ്ഞുപാത്തുമ്മയ്ക്ക് അവരെപ്പറ്റി പറയാനുള്ളൂ. ലോകത്തിൽ 2 വർഗമേ ഉള്ളൂ, ഇസ്ലാമും കാഫിറും. പെണ്ണായാലും ആണായാലും മരിച്ചു കഴിഞ്ഞാൽ കാഫിറുകളെല്ലാം നരകത്തിൽ പോകും. അവരെല്ലാം തെറ്റിയ കൂട്ടരാണ്. ഇസ്ലാം അവരെ അനുകരിച്ചാൽ നരകപാപികളായി തീരും. കുഞ്ഞുപാത്തുമ്മ കണ്ട കാഫിറുകൾ പള്ളിക്കൂടം മിസ്ട്രസ്മാരായിരുന്നു. ബാപ്പ അവളെ ചമയിച്ച് നദിയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് അവരെ കണ്ടിട്ടുള്ളത്. പട്ടണങ്ങളിൽ നിന്ന് വന്ന് കുളിച്ചു താമസിക്കുന്ന പണക്കാരുടെ മക്കളെയും കുഞ്ഞുപാത്തുമ്മ കണ്ടിട്ടുണ്ട്. അവർക്ക് ആർക്കും തന്നെ കുഞ്ഞുപാത്തുമ്മയ്ക്കുള്ളിടത്തോളം പൊൻപണ്ടങ്ങളില്ല. പലരും അവളെ അസൂയയോടെ നോക്കുന്നത് കണ്ടിട്ടുണ്ട്. അവളെ ചൂണ്ടിക്കാണിച്ച് ആ പെങ്കൊച്ചേതാ എന്ന് ചോദിക്കുന്നതും കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭയഭക്തി ബഹുമാനത്തോടെ ആരെങ്കിലും പറയും, പട്ടണടിമക്കാക്കാടെ മോള് കുഞ്ഞുപാത്തുമ്മ, ആനമക്കാരിന്റെ മോള് ഞമ്മടെ കുഞ്ഞത്തച്ചുമാത്താത്താടെ മോളാണല്ലോ എന്നും ചിലർ പറയും. നീ ഒന്ന് ചിരിക്കൂ കുഞ്ഞുപാത്തുമ്മ എന്നും പറഞ്ഞാണ് പള്ളിക്കൂടം മിസ്ട്രസ്സുമാരായ കാഫിറുകൾ അവളുടെ ചുറ്റും കൂടുന്നത്. അവരെ കുഞ്ഞുപാത്തുമ്മയ്ക്ക് ഇഷ്ടമാണ്. കാഫിറുകളാണെങ്കിലും അവർക്ക് നല്ല മണമുണ്ട്. അവരെല്ലാം സാരിക്കാരികളാണ്. അവർക്കെല്ലാം ബ്ലൗസ് എന്ന കുപ്പായമുണ്ട്. അതിന്റെ അടിയിൽ ബോഡീസ് എന്ന നനുത്ത പട്ടുകുപ്പായവും. പിന്നെ അവർ തലയിൽ പൂവും ചൂടിയിട്ടുണ്ട്. ചിലർ കുഞ്ഞുപാത്തുമ്മയുടെ മുടിയിൽ പൂക്കൾ തിരുകി കൊടുക്കും. അവരിൽ ചിലർ അവളുടെ കവിളിലെ കറുത്ത മറുക് നുള്ളിയെടുത്തതായി ഭാവിക്കും. അതിലൊന്നുമല്ല അവൾക്ക് രസം തോന്നിയത്. അവരുടേതുമാതിരി സാരിയും ബ്ലൗസും അതിനടിയിലെ ആ നനുത്ത പറ്റുകുപ്പായവും അവൾക്കും വേണം. ബാപ്പായോട് അവൾ അത് പറയുകയും ചെയ്തു. അപ്പോൾ ആ മിസ്ട്രസ്സുമാർ ചിരിച്ചു. അതിലൊരുത്തി പറഞ്ഞു, കുഞ്ഞുപാത്തുമ്മ വലുതാവട്ടെ. വലുതാവണം. അങ്ങനെ അവൾക്കൊരാഗ്രഹം ജനിച്ചു, വലുതാവണം. എപ്പളാ ഉമ്മ ഞാൻ വലുതാകാൻ പോണത്? അങ്ങനെ അവൾ ഉമ്മായോട് ചോദിച്ചു. ഉമ്മ സംഗതി ചോദിച്ചപ്പോൾ അവൾ ഉള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞുപോയി. ഉമ്മ അപ്പോൾ അവളെ പേടിപ്പെടുത്തി. എന്റെ കുഞ്ഞുപാത്തുമ്മ, ഞമ്മക്കതൊന്നും പാങ്ങില്ല. കാഫിറുകളുടെ ലിബാസ്, കാഫിറിനോട് ഞമ്മ എതിര് കാണിക്കണം. നേരാ മോളെ, ബാപ്പ പറഞ്ഞു. ഞമ്മക്കത് വേണ്ടാത്തതാ. വേണ്ടാത്തതാണെങ്കിൽ വേണ്ടാത്തതാണ്. ബാപ്പായുടെ വാക്കിന് എതിർവാക്കില്ല. ഇസ്ലാമിന്റെ വിധിയനുസരിച്ചാണല്ലോ ജീവിതം. മട്ടനടിമ കാക്ക എന്ന് പറയുന്നിടത്ത് സ്നേഹവും ബഹുമാനവുമുണ്ട്. നാട്ടുപ്രമാണിയാണ്. പള്ളിക്കൈത്താനക്കാരനാണ്. നാട്ടിലേക്കും പൊക്കക്കാരനാണ്. തല എപ്പോഴും മിനുസമായി വടിച്ചിരിക്കും. താടിയും മീശയും വിധിയനുസരിച്ച് അരികു വടിച്ച് കത്രിച്ചിട്ടുണ്ടാകും. മീശയുടെ 2 അറ്റവും പിരിച്ച് കൊമ്പനാക്കി വച്ചേക്കും. മുണ്ട് മാത്രമേ ഉടുക്കാറുള്ളൂ. വളരെ നീളമുള്ള കശവു നേരിയത്. നീളത്തിൽ അലസമായി അങ്ങനെ തോളിലിട്ടേക്കും. ചിലപ്പോൾ അതിന്റെ അറ്റം നിലത്ത് കിടന്ന് ഇഴയുന്നുണ്ടെങ്കിൽ പിറകെ നടക്കുന്നവർ അതെടുത്ത് ഭക്തിയോടെ ഉയർത്തിപ്പിടിച്ചു കൊടുക്കും. ബാപ്പ അതൊന്നും അറിയാറില്ല. നീണ്ടു നിവർന്ന് അങ്ങനെ നടന്നു പോകും. ബാപ്പ കൈ, കാൽ, മുഖം, വായ്, തല, ചെവി എല്ലാം കഴുകി വെടിപ്പായി ദൈവത്തെ നമസ്കരിക്കുന്നു. ദൈവം എപ്പോഴും എവിടെയുമുണ്ട്. ലോകങ്ങളായ എല്ലാ ലോകങ്ങളിലും. ആ ദൈവത്തെ വണങ്ങുക, നമസ്കരിക്കുക. 5 നേരത്തിൽ ഒരു നേരത്തെയും നിസ്കാരം ഒഴിവാക്കാറില്ല. റംസാൻ മാസത്തിൽ 30 ദിവസവും ബാപ്പ ആഹാരവും വെള്ളവും ഉപേക്ഷിച്ച് നോമ്പ് പിടിക്കും. വിധിയനുസരിച്ചുള്ള സക്കാത്ത് കൊടുക്കും. ബാപ്പായ്ക്ക് ഹജ്ജിന് പോകണമെന്നുണ്ട്. അത് കുഞ്ഞുപാത്തുമ്മയുടെ കല്യാണത്തിന് ശേഷമേ ഉണ്ടാവൂ. കല്യാണക്കാര്യം അങ്ങനെ മുറുകി വന്നു. വീട്ടിലെന്നും സദ്യ പോലെയാണ്. 5-8 കെട്ട് വെറ്റില വേണം. ബാപ്പ വലിയ മുറുക്കുകാരനല്ല. ഉമ്മ വലിയ മുറുക്കുകാരിയാണ്. ഉമ്മായ്ക്ക് ഒരു ദിവസത്തിൽ ഒരു 100 തളിര് വെറ്റിലയെങ്കിലും വേണം. മുറുക്കും വർത്തമാനം പറച്ചിലുമാണ് ഉമ്മായുടെ പ്രധാന ജോലി. വെറ്റിലച്ചെല്ലത്തിന്റെ അടുത്ത് എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് കസവു തട്ടവും പട്ടുകുപ്പായവും ഇട്ട് പട്ടുകിണ്ടനുമെടുത്ത്
മെത്തപ്പായിൽ ഉമ്മ ഇരിക്കും. നിലത്തിറങ്ങാറില്ല. മെതിയടി പുറത്തെ ഉമ്മ നടക്കൂ.